നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. 52 വയസ്സാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത്. ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞിരുന്നു. ഇതോടെയാണ് JCB എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ നിന്ന് വിശദമായ തിരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് 1 മണിയോടെ ഇവരെ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ ആശുപത്രിയിലെ 11-14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൻ്റെ ശൗചാലയത്തിൻ്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിൻ്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിൻ്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശാലമായ പരിശോധന ആരംഭിച്ചത്. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട്. ഓർത്തോപിക്സൽ സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത്. അപകട വിവരമറിഞ്ഞ് മന്ത്രി VN വാസവൻ സ്ഥലത്തെത്തി. കെട്ടിടം ഉപയോഗത്തിലുള്ളതല്ലെന്ന് മന്ത്രി V വാസവൻ പറഞ്ഞു. ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. വാർഡ് അപ്പുറത്താണ്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ്. പുതിയ കെട്ടിടം പണിതു കഴിഞ്ഞു. കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് 2 പേർക്ക് പരിക്കേറ്റതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോഴും മണ്ണിനടിയിൽ ഒരു സ്ത്രീ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളില്ലാത്തത് കൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 ജില്ലകളിൽ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജിലെ ഈ അപകടം. ഒരു സ്ത്രീ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ, അത് സെർച്ച് ചെയ്യാതെ ഒരു സ്ത്രീയെ കൊലക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.